നമുക്ക് നേരെ നമ്മുടെ അറിവില്ലാതെ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും അവരുടെ എതിരുകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം കുറിച്ചൊന്നും അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്കിത് അറിയാൻ പറ്റിയില്ലല്ലോ, ഞാനതെങ്ങനെ മനസ്സിലാക്കും, കർത്താവെ എനിക്കിത് വെളിപ്പെടുത്തി തരണമേ എന്നിങ്ങനെയൊക്കെയുള്ളതായ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും വരാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായുള്ളൊരു മാർഗ്ഗം ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് നേരെ എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഒരു ദോഷവും തട്ടാതെയും മനുഷ്യരുടെ ഗൂഢാലോചനകൾക്കിടയിൽ ഒരു ഇരയായി വീഴാതെയും ദൈവം നമ്മളെ കൃത്യമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവമേ എന്നെ അല്പം കൂടെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നമ്മളായിരുന്നാൽ ദൈവം ആ കാര്യങ്ങളെ നോക്കുകയും നമുക്ക് നമ്മുടെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ തുടരാനും സാധിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നേരെ വരുന്ന ഇത്തരത്തിലുള്ളതായ മനുഷ്യരുടെ ഗൂഢാലോചനകളും എതിരുകളുമൊക്കെ നമ്മളെ അറിയിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അത് നമ്മളുടെ ജീവിതം ആ ഒരു മേഖലകളുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തെ തുടർന്ന് മുൻകരുതലുകൾ എടുക്കുവാനും ചില ചതികളിൽ നിന്ന് മുൻകൂട്ടി ഒഴിവാകാനുമൊക്കെയാണ് കർത്താവ് നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന തന്ത്രങ്ങളും പ്രശ്നങ്ങളും ദൂരെ എവിടെയൊക്കെയോ നമുക്ക് നേരെ കാര്യങ്ങൾ ഇങ്ങനെ അണിയൊരുക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മളായിരിക്കുന്നിടത്ത് നമുക്കതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം തരുന്ന, നമുക്കതിനെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്ന ചില പദ്ധതികൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലുണ്ട്. അത് കണ്ടെത്താനാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. 100% നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹീതമായൊരു ദൈവിക ശുശ്രൂഷയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളിത് കേൾക്കുക മാത്രമല്ല, മറ്റൊരാൾക്ക് കൂടെ പങ്കുവെക്കുവാൻ ദയവായി തയ്യാറാകണം. ഒരു മെസ്സേജ് ഒരൊറ്റ ഷെയറിങ്ങിന് വേണ്ടി വിധേയപ്പെടുമ്പോൾ പോലും അത് ദൈവരാജ്യത്തിൻ്റെ ദൗത്യത്തിൽ പങ്കുകാരായി തീരുവാനുള്ള ഒരു ഉപാധിയാണ്. നമ്മൾ ആ ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ നാളെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപയിൽ നമുക്കായി തീരുവാൻ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇത് നിങ്ങളാൽ ഒതുങ്ങി പോകാതെ മറ്റുള്ളവരിലൂടെ എത്തിക്കുന്ന ആ ഒരു ദൗത്യത്തിൽ നിങ്ങൾ കൃത്യമായും തയ്യാറാകേണ്ടതായിട്ടുണ്ട് കേട്ടോ. ദൂതിലേക്ക് കടക്കാം. എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സന്തോഷത്തോടുകൂടെ ഇന്നത്തെ ഈ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ക്രിസ്റ്റി ബി ജോൺ, കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ പാസ്റ്ററാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിനോട് അടുത്ത് വരുന്ന സമയം എത്തുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയാൽ മാത്രമേ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എനിക്ക് അയച്ചു തരാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ കർത്താവ് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. വരുവാനുള്ള സകലതും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ചു തരും. ഭാവിപരമായ കാര്യങ്ങളും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും എല്ലാമാണ് അതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. എങ്കിൽ പോലും ഒരു പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവെ അടുത്തത് എന്താണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് മൗനം പാലിക്കില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചു തരും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ ദൈവം ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളെ അന്ധകാരത്തിൽ ഉഴലുവാൻ വഴിയറിയാത്തൊരിടത്തൂടെ പൊക്കോ എന്ന് പറഞ്ഞ് വെറുതെ ഇറക്കി വിടാനൊന്നും തയ്യാറാകുന്ന ആളല്ല. ദൈവം നമ്മളെ നമുക്കറിയാൻ വയ്യാത്തൊരു പാതയിലൂടെ നയിക്കുകയോ കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വഴികാട്ടിയായി കർത്താവ് ഉണ്ടായിരിക്കുമെന്നതാണ് ഏറ്റവും വലിയ ധൈര്യവും ശക്തിയും. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളോ നിങ്ങളുടെ പരിധിക്ക് അതീതമായ വിഷയങ്ങളോ ആണെങ്കിൽ പോലും പേടിക്കേണ്ട. യേശു നിങ്ങളുടെ കൂടെ ആ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കൂടെ തന്നെ ഉണ്ടാകും. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരെ ദുഷ്ടതയോ ശത്രുതയോ മറ്റ് തന്ത്രങ്ങളോ ഉപായങ്ങളോ ഒക്കെ മറ്റുള്ളവർ ഒരുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറയാൻ പരിശുദ്ധാത്മാവ് പലപ്പോഴും ആത്മീക ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ആത്മീക ഭാഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രധാനമായും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ചില സമയങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതിനും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിനും ഒരു ഭാരമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കടന്നു പോകാൻ അനുവദിക്കാറുണ്ട്. ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, കഴിയുമെങ്കിൽ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ബേഡൻ നമ്മുടെ അകത്ത് കയറും. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഭാരം പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ചിലർക്ക് പ്രാർത്ഥിക്കാതിരുന്നാൽ ഒരു അസ്വസ്ഥതയായിരിക്കും, വേറെ ചിലർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലായിരിക്കും. ചുരുക്കത്തിൽ ഒരു ഉത്കണ്ഠ നിറഞ്ഞൊരു സാഹചര്യം. ഉറങ്ങി ഉണരുമ്പോൾ ഇത്തരത്തിലുള്ളതായ ഒരു അവസ്ഥ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കൂടുതലായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടി? പതിവ് രീതികളെക്കാൾ അതീതമായി നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ മുൻനിർത്തി നമുക്ക് നേരെ സംഭവിക്കാൻ പോകുന്ന ചില വിഷയങ്ങളിൽ നമ്മളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള കൂടുതൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം
നമ്മൾ പോലും അറിയാതെ പല മനുഷ്യരും നമ്മളെ വെറുക്കുന്നുണ്ടാകാം, എതിർക്കുന്നുണ്ടാകാം. നമ്മുടെ ഉയർച്ചയിൽ പലർക്കും അസൂയ ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും കാട്ടിക്കൂട്ടാൻ മനസ്സ് വെക്കാതിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഏത് ഗൂഢതന്ത്രവും നമുക്ക് വിനയായി തീരാതിരിക്കാൻ മുൻകൂട്ടി പ്രാർത്ഥനയുടെ ഒരു ഷെൽട്ടറിനകത്തേക്ക് നമ്മൾ കയറേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് നൽകേണ്ടതിന് വേണ്ടി തന്നെയാണ് കർത്താവ് ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൂടുതലായിട്ട് ഇത്തരം മാനസികാവസ്ഥയിലൂടെ വ്യക്തമായിട്ട് തന്നെ നടത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ പേടിക്കാനല്ല, കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണത്. അതും മറ്റെന്തോ വലിയൊരു കോടാലി ഒന്ന് വരാൻ പോകുന്നു എന്നുള്ള പേടിയല്ല അതിനകത്ത് വേണ്ടത്. ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു, ഞാൻ കൂടുതലായി പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കേണ്ട നേരമായിരിക്കുന്നു എന്നുള്ള ഒറ്റ തിരിച്ചറിവ് മാത്രം നമുക്കുണ്ടായാൽ മതി. ഇസ്രായേലിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ലൈനിൽ. അവരിൽ പലരും പറയാറുണ്ട്, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ യുദ്ധമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ മിസൈലുകളൊക്കെ വന്ന് വീഴുന്ന ഒരു സമയത്ത് വലിയ അലാറം ഉണ്ടാകും, വലിയ സൈറനടിക്കും. അന്നേരം അവർ സുരക്ഷിതമായ ഒരു റൂമിലേക്ക് എല്ലാവരും തന്നെ മാറുകയുണ്ടായി. ഇതുപോലെ തന്നെയാണിത്. നമുക്ക് നേരെ എന്തോ ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് എന്നോണമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഇന്നത്തെ ഒരു മൂഡ് അത് നിസ്സാരമല്ല. അതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്കതിനെ മുൻനിർത്തി ഇന്ന് കർത്താവിനോട് കൂടുതലായിട്ടൊന്ന് അടുക്കാൻ തയ്യാറാകാം. ഇത് ഭയപ്പെടാനുള്ളതല്ല, തയ്യാറെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവിക പദ്ധതിയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലും. മറ്റൊരു കാര്യമാണ്, പ്രാർത്ഥിക്കാൻ എഴുന്നാൽ പോലും അത് കഴിയാതെ പോകുന്നൊരു സാഹചര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ മേലുള്ള പോരാട്ടമല്ല. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ രീതിയിൽ നിന്നും മാറിയിട്ട് അല്പം കൂടെ കർത്താവിനോട് അടുത്ത് ചെന്നിട്ട് വികാരപരമായി ഒരുപക്ഷെ കരഞ്ഞു പ്രാർത്ഥിക്കാനോ, അല്പനേരം കൂടെ കർത്താവിൽ ലയിച്ചു ചേരാനോ, ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാനോ ഒക്കെയുള്ള ഒരു ആത്മീക ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി ചെന്നിരുന്നാലും ആ മൂഡ് കിട്ടാതെ പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു താല്പര്യം പലപ്പോഴും എടുത്തു മാറ്റപ്പെട്ടതുപോലെ തോന്നുന്നത് ദൈവം നമ്മളെ കൈവിട്ടതോ നമ്മുടെ പിന്മാറ്റത്തിൻ്റെ തെളിവോ ഒന്നുമല്ല. പകരം കൂടുതലായി ഇതുവരെ നാം ചെയ്തു വന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി അല്പം കൂടെ ഡീപ്പായിട്ട് നാം ഇറങ്ങണമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാനായി ഞാൻ അടുത്ത് ചെല്ലുമ്പോഴും എനിക്കുണ്ടാകുന്ന ആ ഒരു മുരടിപ്പൻ അവസ്ഥ സാധാരണ ഇതുവരെ ചെയ്തു വന്ന ശൈലികളിൽ നിന്നും അല്പം കൂടെ ഹൃദ്യവും ആഴവുമായതിലേക്ക് ഞാൻ ഇറങ്ങണമെന്നുള്ള കർത്താവിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. നമുക്കതിനും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഒരു തകർച്ചയല്ല. നമ്മളെ കരുതി കൂടെ നിൽക്കുന്ന കർത്താവ് നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു തരുന്ന ജീവിതത്തിൻ്റെ ദൈവിക അവബോധങ്ങളുടെ തെളിവുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്കിന്ന് അങ്ങോട്ട് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല, ഇന്ന് ജോലിക്ക് പോകാൻ മടിയാണ്, ഞാൻ ഇന്നൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ബൈബിൾ നമ്മളോട് പറയുന്നു, നമ്മൾ വിശ്രമിക്കണമെന്ന് ദൈവം പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ചില സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ക്രോധം കടന്നു പോകുമ്പോൾ നീ വാതിലടച്ച് അറയ്ക്കുള്ളിലായിരിക്കുക. ഈ പറയുന്നത് പോലെ നമ്മൾ ആ ഒരു സമയം വിശ്രമാവസ്ഥയിൽ പ്രാർത്ഥനയോടും സ്വസ്ഥതയോടും കൂടെ ദൈവസേനയിൽ വേറിട്ട് മാറിയിരിക്കേണ്ടതിന് വേണ്ടിയാണ് പലപ്പോഴും ജോലിക്കുള്ള മൂഡ് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ടെമ്പററി ആയിട്ടൊന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മൂഡ് ചേഞ്ച് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമല്ല, ദൈവം നിങ്ങളെ കവർ ചെയ്യുന്നതിൻ്റെ ഒരു തെളിവാണ് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞാലും ഒരുപക്ഷെ നമ്മളിതൊക്കെ പൈശാചികമാണെന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നിരിക്കാം, എന്തോ വലിയൊരു പോരാട്ടം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളെല്ലാവരും ആയിരുന്നവരായിരിക്കാം. പക്ഷേ കർത്താവ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതൊക്കെ എന്നോടുള്ള അവിടുത്തെ ആ അനന്തമാകുന്ന കരുതലിനകത്തുള്ള ഒരു വലിയ പദ്ധതി തന്നെയായിരുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ സന്തോഷത്തോടെ സ്തുതിച്ചാലും. ബൈബിൾ നമ്മളോട് പറയുന്നത് ദൈവം ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നവനാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു വ്യക്തിയുടെ മുഖം നമ്മളിങ്ങനെ കാണുകയോ ഒരു സ്ഥലം നമ്മൾ കൂടെ ദർശിക്കുകയോ ചെയ്താൽ, കർത്താവെ ഈ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് നേരെ ഉടലെടുക്കുന്ന എല്ലാത്തരം എതിരുകളെയും അങ്ങ് തന്നെ നിർത്തലാക്കണമേ. എന്തെങ്കിലും ഗൂഢപദ്ധതികളുടെ കുന്തങ്ങളോ അസ്ത്രങ്ങളോ അവരുടെ കൈകളിലുണ്ടെങ്കിൽ അങ്ങ് അതിനെ ഇല്ലായ്മപ്പെടുത്തി കളയണമേ. അങ്ങാണല്ലോ എൻ്റെ പരിച. നമ്മൾ ഈ ഒരു പ്രാർത്ഥന അയക്കുമ്പോൾ തന്നെ ഇത് അന്തരീക്ഷത്തിലേക്ക് കടന്നില്ലുകയും ആ പ്രസ്തുത സ്ഥലത്തുനിന്ന് നമുക്ക് നേരെ ഉടലെടുക്കുന്ന എല്ലാത്തരം എതിരുകളെയും അത് നിർവീര്യമാക്കി കളയുകയും ചെയ്യും. കാരണം പ്രാർത്ഥന ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻവിസിബിൾ വെപ്പണാണ്. നിങ്ങളത് ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾ ജയാളി തന്നെയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ഇടപാടുകൾക്കിടയിലോ നമുക്ക് നേരെ ഉടലെടുക്കുന്ന ചില ശത്രുതയുടെയും എതിരുകളുടെയും തെളിവുകൾ പൊങ്ങി വരും. ഇത് ഒരു വലിയ പ്രോബ്ലം ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ വിത്താണ്. ഇത് കാണുമ്പോൾ തന്നെ തിരിച്ചറിയണം, എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണിത്. അതുകൊണ്ട് തന്നെ ആ തുടക്കത്തിൽ തന്നെ ഇത് പരിഹരിക്കണം. എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം തെറ്റിദ്ധാരണയാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, ആ വാക്കിനെ അവർ തെറ്റിദ്ധരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞൊരു കാര്യം ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ളതായ ഒരു സന്മനസ് നമുക്ക് ഉണ്ടാകണം. അവരെ ഇൻസൾട്ട് ചെയ്യാതെ അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞ് ബോധവൽക്കരിച്ച് ഞാൻ ഇതായിരുന്നു ഉദ്ദേശിച്ചതെന്നുള്ള നിലയിൽ അവരോട് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അകത്ത് ഉടലെടുത്ത് കയറിപ്പോകുന്ന ഒരു തെറ്റിദ്ധാരണയെ നമുക്ക് അവിടെ വെച്ച് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. എന്നാൽ തെറ്റിദ്ധാരണകൾ പെരുകിയാൽ അത് വലിയ കലഹങ്ങളിലേക്ക്, യുദ്ധങ്ങളിലേക്ക്, ചേരിതിരിഞ്ഞ് പക്ഷം തിരിഞ്ഞേക്കുള്ള അടിപിടികളിലേക്കെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ പടരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇടത്ത് നമുക്ക് നല്ല കാലമല്ല പിന്നെ വരുന്നത്. അതുകൊണ്ട് അതൊരു അശുഭ സൂചനയാണ്. അടുത്ത കാര്യം, നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുന്നതാണ്. തെറ്റിദ്ധാരണ പോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ വാക്കിനെ, അതേ ആശയത്തെ, ഒരേ വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ടല്ലോ, സന്ദർഭവശാൽ ഇങ്ങനെയുള്ള നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഈ വിധത്തിൽ വാക്കുകളെ സന്ദർഭോചിതമായി വളച്ചൊടിക്കുന്ന രീതി ചില മനുഷ്യരുടെ ഒരു നയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവേ, മൂർച്ചയുള്ള വാളുകൾ പോലെ അവരുടെ അധരങ്ങൾ എനിക്ക് നേരെ മൂർച്ച കൂട്ടപ്പെടുകയാണ്. എന്നാൽ അതിൽ എൻ്റെ ജീവിതവും എൻ്റെ സമാധാനവും എൻ്റെ സ്വസ്ഥതയും പെടാതെ വണ്ണം അങ്ങനെ കാത്തുകൊള്ളണമേ. അവർക്ക് പഴി പറഞ്ഞ് കളിക്കാൻ, അവർക്ക് കുറ്റാരോപണം നടത്താൻ എൻ്റെ ജീവിതം ഒരു കളിപ്പാട്ടമായി അവർ എടുക്കാതെ വണ്ണം അങ്ങ് തന്നെ ഇപ്പോൾ അതിനെ നിരോധിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് ഓൺ ദ സ്പോട്ടിൽ ഡെലിവറൻസ് ആകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ദൈവമക്കളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ പറഞ്ഞ് ക്ലിയർ ആക്കേണ്ടതാണ്. ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന സൗന്ദര്യ പിണക്കങ്ങൾ അത് വെച്ച് താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ കാര്യമാണ് തെറ്റിദ്ധാരണ പരത്തുക. നമ്മളോട് മിണ്ടിയിട്ടുള്ള ആളായിരിക്കത്തില്ല, നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുള്ള ആളായിരിക്കത്തില്ല, നമ്മളും മറ്റൊരാളും തമ്മിലുള്ള വിഷയത്തിനിടയ്ക്ക് 3-മനായി നിൽക്കുന്ന ഒരാളായിരിക്കും. ആ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ അപകടകാരി. പലപ്പോഴും നമ്മൾക്ക് വ്യവഹാരമുള്ള വ്യക്തിയേക്കാൾ അതിന് സാക്ഷികളോ കേട്ടറിവുകളോ ഉള്ളവരാണ് കാട്ടുതീ പോലെ പല കാര്യങ്ങളെയും പടർത്തുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നിമിത്തം പടർത്തപ്പെടുന്ന തെറ്റിദ്ധാരണകൾക്കിടയിൽ മനുഷ്യർ കൂട്ടത്തോടെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണങ്ങളുണ്ടാകുമ്പോൾ അതിനകത്ത് കോൺഫിഡൻഷ്യൽ ടോക്കുകളായിട്ട് പലരും പറയുന്നത് മറ്റു പലരുടെയും കുറ്റങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ന് എൻ്റെ പേര് വലിച്ചഴക്കപ്പെടല്ലേ, ഇന്ന് എൻ്റെ കുടുംബം വലിച്ചഴക്കപ്പെടരുതേ. ഓരോ ദിവസവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് എന്ന് തോന്നുന്ന നേരം തന്നെ പ്രാർത്ഥിച്ച് അതിനെ ബൈൻഡ് ചെയ്യാൻ ഒരു ദൈവ പൈതലായി നിങ്ങൾ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ ദൂത് നമ്മളോട് പറയുന്നത് നമ്മളെ ഒരു നിരുത്സാഹത്തിലേക്ക് നയിക്കാനല്ല, പകരം ഞാൻ കൂടെയുണ്ട്, നീ പേടിക്കണ്ട. ദൈവ പൈതലെ, നീ ആരംഭിക്കുമ്പോൾ തന്നെ ഞാനത് പര്യവസാനിപ്പിക്കുന്ന തലത്തിൽ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ കരം നീട്ടും. മോശ പർവ്വത മുകളിൽ കരം ഉയർത്തിയപ്പോൾ തന്നെ താഴ്വരയിലെ ഇസ്രായേലിന് യുദ്ധങ്ങളിൽ ജയം നൽകിയ ദൈവം, ആമേൻ, രാജാവ് അരമനയിൽ വെച്ച് പറയുന്ന കാര്യം തന്നെ വിദൂരതയിൽ ഇരുന്നു കൊണ്ട് അതിനെ വിളിച്ചു പറയുന്ന എലീശായെ പോലെ ദൂരസ്ഥലങ്ങളിൽ, മറ്റിടങ്ങളിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ശുശ്രൂഷാ മേഖലകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് നേരെ ഉണ്ടാക്കപ്പെടുന്ന പലവിധമായ എതിരുകളുടെ ആവിർഭാവങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്ന നേരം തന്നെ നമുക്കിതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകി നമ്മളെ സുരക്ഷിതരാക്കുന്ന കർത്താവിൻ്റെ കരത്തിൽ നമുക്കിന്ന് രാവിലെ ആശ്രയിക്കാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള വിഷയത്തെ ജയിക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ചുകൂടെ പെട്ടെന്ന് ഞാനെന്ന് പറയാം. കുറച്ച് നേരം മുമ്പ് ഞാൻ അതിനെ 1-2 സൂചനകൾ പറഞ്ഞിരുന്നു എങ്കിൽ കൂടിയും നിങ്ങളോട് ഞാൻ പറയട്ടെ, ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. വ്യക്തികളോട് ചേർന്ന് അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് തിരുത്തി പറയാൻ നിങ്ങളുടെ നേരം കളയരുത്. അത് കൂടുതൽ പ്രശ്നങ്ങളെ വഷളാക്കുകയുള്ളൂ. പകരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവമേ, ഈ വിഷയത്തെ ഇനിയും വളർത്തരുതേ, ഇതിനെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിക്കുവാൻ കരം നീട്ടണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യുദ്ധം കർത്താവിനെ ഏൽപ്പിച്ചാൽ സമാധാനത്തിൽ നമുക്ക് തുടരാൻ കഴിയും. കാരണം ബൈബിൾ പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ എല്ലാത്തരം വാദപ്രതിവാദങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്തേക്ക് കടക്കുക. ആമേൻ. വഴക്കുണ്ടാക്കാനും കലഹിക്കാനും ഒക്കെ പല വീടുകളിൽ പലരും വരുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമ്പോൾ ഇവിടെ പ്രയർ ലൈനിൽ ഇപ്പോൾ സഹോദരങ്ങൾ പറയും അവരോട്, നിങ്ങൾ അല്പനേരം ദൈവസാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങുമാറ് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം? അങ്ങനെ വരുന്നവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോകുന്ന നിലയിലേക്ക് കലഹത്തിന് വരുന്നവർ സൗഹൃദത്തിൽ പിരിയുന്ന നില ഉണ്ടാകുന്ന കാഴ്ച കാണാൻ കഴിയും. ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് കയറുന്നവന് സംഘർഷമില്ല, അവനെ പിന്നെ ഭരിക്കുന്നത് സമാധാനം ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളെ ഇന്നു മുതൽ പ്രാർത്ഥനയിൽ നമുക്ക് ക്രമീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധം വാക്കുകളും സംഭാഷണങ്ങളും ഗൂഢാലോചനകളുമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ സംഭാഷണങ്ങൾ, വാക്കുകൾ, ഗൂഢാലോചനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉണ്ടാക്കണം. ആ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, രഹസ്യത്തിൽ എനിക്ക് നേരെ നടക്കുന്നത് അങ്ങ് പരസ്യത്തിൽ കൊണ്ടുവരണമേ. അതിനകത്ത് ശക്തരായി നിൽക്കുന്നവരെ ദുർബലരാക്കണമേ. അവർ താല്പര്യത്തോടെ ചെയ്യുന്ന അവരുടെ സഖ്യതയെ ചിതറിച്ച് കളയണമേ.
ഒന്ന് ചേർന്നെന്ന് പറഞ്ഞാലും തേനീച്ചക്കൂടിനകത്ത് തീ പിടിക്കുമ്പോൾ അത് ചിതറിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് നേരെയുള്ളതായ ദുഷ്ടസഖ്യതകളുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യരെല്ലാം ആ അഭിപ്രായത്തിൽ നിന്ന് വിഭിന്നമായി തല്ലിപ്പിരിഞ്ഞ് പല വഴിക്ക് ചിതറുന്ന കാഴ്ച നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി കാണുവാൻ കഴിയും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണത്തെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ വിശ്രമം വലിയൊരു കാര്യമാണ്. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, റെസ്റ്റ് എടുക്കുക. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, റെസ്റ്റ് എടുക്കുക. ദൈവസാന്നിധ്യം അനുഭവിക്കുക, റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം സങ്കീർണമായി പോകുന്നതിന് മുൻപ് തന്നെ അതിനെ ഈ വിധത്തിൽ ആത്മീകമായി കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു വിഷയത്തിലും കയ്പ് അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല. സമാധാനം നിങ്ങളുടെ കൈപ്പാങ്ങിന് തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ നല്ല വാക്കുകൾ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തെ കൃത്യമായി അലൈൻ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയ ഈ ദൂതുകളാൽ ഇവർ അനുഗ്രഹീതരായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. കുഞ്ഞു കുഞ്ഞ് സൗന്ദര്യ പിണക്കങ്ങൾ മുതൽ വലിയ കലഹങ്ങൾ വരെ എത്തി നിൽക്കുന്ന മാരക ശത്രുതയിൽ മനുഷ്യരെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ഏത് ദുഷിച്ച പദ്ധതികളെയും ആശ്രയിക്കുന്ന വ്യക്തികളിൽ നിന്ന് പലർക്കും ഉണ്ടായി വരുന്ന എതിരുകളെ ജയിക്കുവാനുള്ള കൃപ ഇന്ന് പകൽ ഈ പ്രാർത്ഥനകളാൽ ഇവരുടെ മേൽ വരട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം അങ്ങയുടെ മക്കളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 9:30 മുതൽ IMA ഹാൾ കോട്ടയം, ബെസേലിയസ് കോളേജിൻ്റെ ലോഗോസ് ജംഗ്ഷൻ്റെ ഇടയിൽ DC ബുക്സിനോട് സമീപത്തായിട്ടുള്ളതായ ഈ പ്രസ്തുത സ്ഥാപനത്തിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേരാം. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. നമുക്കടുത്ത ദൈവിക ശുശ്രൂഷയുടെ എപ്പിസോഡിൽ പിന്നെയും കാണാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.